Good morning, everybody. My dear students, in the fourth unit, namely making schools more inclusive, today we are going to discuss the following very important topics. Firstly, access to the general education curriculum for all, the universal design process. And secondly, methods of involving parents and communities in schools. Now, let us go through the topics in detail. First of all, we can discuss access to the general education curriculum for all and the universal design process. The term general curriculum is defined from a special education perspective as curriculum that is used with non-disabled children. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൽ ജനറൽ കരിക്കുലം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു കരിക്കുലമായിട്ടാണ്. നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള കരിക്കുലമാണ് ജനറൽ എഡ്യൂക്കേഷൻ കരിക്കുലം എന്നുള്ളത്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണത് ഡിഫൈൻ ചെയ്യപ്പെട്ടത്. അതായത് ജനറൽ എഡ്യൂക്കേഷൻ കരിക്കുലം എന്ന് പറയുന്നത് നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു കരിക്കുലമാണ്. യൂണിവേഴ്സൽ ഡിസൈൻ ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് റെഫേഴ്സ് ടു ദ ക്രിയേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് എൻവയറൺമെൻറ്റ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ക്യാൻ ബി യൂസ്ഡ് വിതൗട്ട് ദ നീഡ് ഫോർ മെഡിക്കേഷൻസ് ഓർ സ്പെഷ്യലൈസ്ഡ് ഡിസൈൻ ഫോർ പർട്ടിക്കുലർ സർക്കംസ്റ്റൻസസ്. യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരാശയമാണ്. അത് റെഫർ ചെയ്യുന്നത് എന്താണ്? ടു ദ ക്രിയേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് എൻവയറൺമെൻറ്റ്സ്. ഉൽപ്പന്നങ്ങളുടെയും പരിസ്ഥിതിയുടെയും ക്രിയേഷൻ, അതുപോലെ തന്നെ ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ദ നീഡ് ഫോർ മെഡിക്കേഷൻസ്. ഏത് രീതിയിലാണ്? പിന്നീട് മറ്റൊരു രീതിയിലുള്ള പ്രതിവിധി ആവശ്യമില്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യാണ്? പ്രൊഡക്ട്സുകളെയും എൻവയറമെൻറ്റിനെയും ഡിസൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓർ സ്പെഷ്യലൈസ്ഡ് ഡിസൈൻസ് ഫോർ പർട്ടിക്കുലർ സർക്കംസ്റ്റൻസസ്. അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് പ്രത്യേകം ഒന്ന് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യേണ്ട, രൂപകൽപ്പന ചെയ്യേണ്ട ഒരാവശ്യമില്ലാത്ത രൂപത്തിൽ, പിന്നീട് ഒരു പ്രതിവിധി ആവശ്യമില്ലാത്ത രൂപത്തിൽ തന്നെ മുൻകൂട്ടി തന്നെ എന്താണ് പ്രൊഡക്ട്സും എൻവയറമെൻറ്റ്സും അതായത് ഡിസൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നേരത്തെ കൂട്ടി തന്നെ ആസൂത്രണം ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ തരത്തിലുള്ള കുട്ടികളെയും എന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഡിസൈനാണ്. പിന്നീട് ഒരു മാറ്റമോ പ്രതിവിധിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിസൈനോ ആവശ്യമായി വരുന്നില്ല എന്നുള്ളതാണ്. ഡിഫറൻഷിയേറ്റഡ് മെറ്റീരിയൽസ്, മെത്തേഡ്സ് ആൻഡ് അസസ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ആർ കൺസിഡേർഡ് ആൻഡ് ക്രിയേറ്റഡ് ഇൻ അഡ്വാൻസ് with a full range of students difference in mind. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള പഠന സാമഗ്രികൾ, അതുപോലെ വ്യത്യസ്തമായുള്ള പഠന രീതികൾ, മെത്തേഡ്സ്, അതുപോലെ അസസ്മെൻ്റ് ആൾട്ടർനേറ്റീവ്സ്, വിലയിരുത്താനുള്ള ബദൽ സംവിധാനങ്ങൾ, ഇതെല്ലാം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻകൂട്ടി തന്നെ വിത്ത് ദ ഫുൾ റേഞ്ച് ഓഫ് സ്റ്റുഡൻസ് ഡിഫറൻസ് ഇൻ മൈൻഡ്. കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങളുടെ റേഞ്ചിന് കൃത്യമായി മനസ്സിൽ കണ്ടുകൊണ്ട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, വ്യത്യസ്തമായിട്ടുള്ള പഠന സാമഗ്രികൾ, വ്യത്യസ്തമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ്, അതുപോലെ വ്യത്യസ്തമായുള്ള അസസ്മെൻ്റ് ആൾട്ടർനേറ്റീവ്സ് എല്ലാം പരിഗണിക്കപ്പെടുകയും അത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടാവും യൂണിവേഴ്സൽ ഡിസൈൻ പ്രോസസ്സിൽ കൂടി. ദ സ്കൂൾ മേക്സ് റെഡിലി അവൈലബിൾ ടു ടീച്ചേഴ്സ് the books on tape and other alternative reading materials of high interest and multiple levels of difficulty. സ്കൂളുകളെ കൃത്യമായിട്ട് അധ്യാപകർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ടാവും, ലഭ്യമാക്കിയിട്ടുണ്ടാവും. ദ ബുക്സ് ഓൺ ടേപ്പ്, റെക്കോർഡ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെ, അതായത് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ, ആൻഡ് അതർ ആൾട്ടർനേറ്റീവ് റീഡിംഗ് മെറ്റീരിയൽസ്, അതുപോലെ മറ്റു ബദൽ പഠന സാമഗ്രികൾ, വായിക്കാനുള്ള മറ്റുള്ള പഠന സാമഗ്രികൾ, റീഡിംഗ് മെറ്റീരിയൽസ് ഓഫ് ഹൈ ഇൻട്രസ്റ്റ്, ഉയർന്ന നിലവാരത്തിലും ഉയർന്ന താല്പര്യത്തിലുമുള്ള നല്ല
പിന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ ബദൽ വായനാ സാമഗ്രികളും ഒക്കെ എന്തുണ്ട് കൃത്യമായിട്ട് അധ്യാപകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ടാവും. ആൻഡ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഡിഫിക്കൽറ്റി, അതുപോലെ വ്യത്യസ്തമായ ഡിഫിക്കൽറ്റി ലെവലിലുള്ള കുട്ടികളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മെറ്റീരിയൽസ് ലഭ്യമാക്കിയിട്ടുണ്ടാവും. ടീച്ചേഴ്സ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് natural peer supports and instruction technologies that reflect best education practices. അധ്യാപകർ എന്ത് ചെയ്യുന്നു? നേച്ചുറൽ പിയർ സപ്പോർട്ട്സ്, നേച്ചുറലായ സ്വാഭാവികമായിട്ടുള്ള കുട്ടി സമപ്രായക്കാരുടെ സപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ടെക്നോളജീസ്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ബെസ്റ്റ് എഡ്യൂക്കേഷൻ പ്രാക്ടീസസിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെയൊക്കെ അധ്യാപകർ എന്ത് ചെയ്യുന്നു? ഗുണപരമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ദേ റൊട്ടൈൻലി യൂസ് പാർട്ട്ണർ ലേണിംഗ്, കോപ്പറേറ്റീവ് ഗ്രൂപ്പ് ലേണിംഗ്, ഇൻ്റഗ്രേറ്റഡ് തീമാറ്റിക് യൂണിറ്റ്സ് ആൻഡ് ലെസൺസ് ആൻഡ് ഹാൻഡ്സ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസസ്. ഈ ഒരു സംവിധാനത്തിൽ മാറി മാറി ഉപയോഗിക്കും. എന്ത്? പാർട്ട്ണർ ലേണിംഗ്, അതായത് പിന്നെ പിയർ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഒരു പാർട്ട്ണർ വെച്ചുകൊണ്ടുള്ള ലേണിംഗ്, അതുപോലെ കോപ്പറേറ്റീവ് ഗ്രൂപ്പ് ലേണിംഗ്, സഹകരിച്ചു കൊണ്ടുള്ള ഗ്രൂപ്പ് ലേണിംഗ്, സംഘപഠനം, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് തീമാറ്റിക് യൂണിറ്റ്സ്, ഉത്കൃതിതമായിട്ടുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാക്കിയിട്ട് പാഠഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സംഘടിപ്പിച്ചിട്ടുണ്ടാവും ഇൻ്റഗ്രേറ്റഡ് തീമാറ്റിക് യൂണിറ്റ്സ് ആയിട്ട്. ആൻഡ് ലെസൺസ്, അതുപോലെയുള്ള പാഠങ്ങൾ. ആൻഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസസ്, അതുപോലെ പരീക്ഷണങ്ങളിൽ കൂടി അപ്പം തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കാനുള്ള ഹാൻഡ്സ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസസും കുട്ടികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടാവും. ഡയറക്റ്റ് എക്സ്പീരിയൻസ്, അപ്പം തന്നെ പഠന നേട്ടങ്ങൾ എങ്ങനെയാണെന്ന് വിലയിരുത്താൻ, പഠനങ്ങൾ പ്രബലപ്പെടുത്താനുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും നൽകിയിട്ടുണ്ടാവും. ഇത് യൂണിവേഴ്സൽ ഡിസൈൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ ദേ ടേക്ക് ദ കമ്മ്യൂണിറ്റി ടു ദ ക്ലാസ് റൂം ആൻഡ് ദ ക്ലാസ് റൂം ടു ദ കമ്മ്യൂണിറ്റി ആസ് ദ ഇൻകോർപ്പറേറ്റ് സർവീസ് ലേണിംഗ്, ദ ഇൻ്റർനെറ്റ് ആൻഡ് അതർ ടെക്നോളജി ടു ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഫിലോസഫിയിലെ കമ്മ്യൂണിറ്റി ടു സ്കൂൾ, സ്കൂൾ ടു കമ്മ്യൂണിറ്റി. അത് പ്രാവർത്തികമാക്കും. അവർ സമൂഹത്തെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരും, ക്ലാസ് റൂമിനെ സമൂഹത്തിലേക്ക് കൊണ്ടുപോകും. സമൂഹത്തിലുള്ള റിസോഴ്സുകൾ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരും. അതുപോലെ സ്കൂളിൽ നിന്ന് കുട്ടികളായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് പോയിട്ട് ഫീൽഡ് ട്രിപ്പൊക്കെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ, റിസോഴ്സുകൾ സന്ദർശിക്കാനും അഭിമുഖം നടത്താനും മറ്റുള്ള പിന്നെ ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട പിന്നെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനും വിവരങ്ങൾ ശേഖരിക്കുവാനൊക്കെ ശ്രമിക്കും. ആസ് ദ ഇൻകോർപ്പറേറ്റ് സർവീസ് ലേണിംഗ്, അവർ സർവീസ് ലേണിങ്ങിനെ എന്ത് ചെയ്യുന്നു? പിന്നെ സംയോജിപ്പിക്കുന്നു. സർവീസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികൾ പഠിച്ച അക്കാഡമിക് നോളജ് കമ്മ്യൂണിറ്റിയിലെ അവർ ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി നീഡ്സ്, ജെന്യുവിനായിട്ടുള്ള കമ്മ്യൂണിറ്റി നീഡ്സ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അതാണ് സർവീസ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദ ഇൻ്റർനെറ്റ് ആൻഡ് അതർ ടെക്നോളജി ഇൻ ടു ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻ്റർനെറ്റും അതുപോലെയുള്ള മറ്റ് സാങ്കേതിക വിദ്യകളും ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എന്ത് ചെയ്യുന്നു? സംയോജിപ്പിക്കുന്നു. ദേ യൂസ് ഓതൻറ്റിക് അസസ്മെൻറ്റ് മെത്തേഡ്സ് സച്ച് ആസ് കരിക്കുലം ബേസ്ഡ് അസസ്മെൻറ്റ്, ആർട്ടിഫാക്ട് കളക്ഷൻസ് ആൻഡ് പോർട്ട്ഫോളിയോസ്, ഇൻഡിവിജ്വൽ ലേണിംഗ് കോൺട്രാക്ട്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഓതൻറ്റിക് അസസ്മെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. ആധികാരികമായിട്ടുള്ള വിലയിരുത്തൽ രീതികൾ, കൃത്യമായിട്ട് കുട്ടികളെ സമഗ്രമായിട്ട് വിലയിരുത്താനുള്ള ഓതൻറ്റിക് അസസ്മെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. ഏതൊക്കെ? സച്ച് ആസ് കരിക്കുലം ബേസ്ഡ് അസസ്മെൻറ്റ്, അതായത് കരിക്കുലം പാഠ്യപദ്ധതിയിൽ ബന്ധപ്പെട്ട അസസ്മെൻറ്റ്. അതുപോലെ ആർട്ടിഫാക്റ്റ് കറക്ഷൻസ്, ഇവിടെ കുട്ടികളുടെയൊക്കെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെയൊക്കെ ശേഖരങ്ങൾ. ആൻഡ് പോർട്ട്ഫോളിയോസ്, അതുപോലെ അവർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള മറ്റ് കലാരൂപങ്ങളോ മറ്റെന്തൊക്കെയുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ശേഖരങ്ങൾ. ഇൻഡിവിജ്വൽ ലേണിംഗ് കോൺട്രാക്ട്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്, അതുപോലെ പിന്നെ ഡെമോൺസ്ട്രേഷൻസ് മീൻസ് അത് അവർ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രകടിപ്പിക്കുക, അതിനുള്ള അവസരങ്ങൾ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലേണിംഗ് കോൺട്രാക്ട്സ്, വ്യക്തിഗതമായിട്ടുള്ള
പഠന കരാറുകൾ, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു ഈ യൂണിവേഴ്സൽ ഡിസൈൻ. ഇൻ സമ്മറി, എഡ്യൂക്കേറ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ദ 3 goals ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ഐഡൻറ്റിഫൈഡ് ബൈ റോസ് ആൻഡ് മേയർ. ചുരുക്കി പറഞ്ഞാൽ റോസ് ആൻഡ് മേയർ ഐഡൻറ്റിഫൈ ചെയ്ത 3 ഗോൾസ്, പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിങ്ങിൻ്റെ റോസും മേയറും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളെ എന്ത് ചെയ്യുന്നു, അധ്യാപകർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ആ ഗോൾസ് നമുക്ക് പരിശോധിക്കാം. The goals of UDL are to provide students with multiple means of representation, multiple means of engagement and multiple means of expression. യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ലേണിംഗിൻ്റെ പ്രധാനപ്പെട്ട 3 ഗോൾസ് എന്ന് പറയുന്നത്, ഒന്ന് കുട്ടികൾക്ക് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതായത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ പാഠഭാഗങ്ങളെ അവതരിപ്പിക്കുക കുട്ടികൾക്ക്. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും, ഡിസബിലിറ്റിയുള്ള കുട്ടികളുണ്ടാവും, ഗിഫ്റ്റഡ് കുട്ടികളുണ്ടാവും ഒക്കെ. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ. അതുപോലെ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെൻറ്റ്, കുട്ടികൾ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചിട്ട്. അതുപോലെ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ, അവർ പഠന നേട്ടങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിലും വ്യത്യസ്തമായിട്ടുള്ള രീതികൾ സ്വീകരിക്കുന്നു. അപ്പം പ്രധാനമായിട്ട് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ 3 മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെൻറ്റ് ആൻഡ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ UDLൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഇനിഷ്യേറ്റിംഗ് ആൻഡ് യൂണിവേഴ്സൽ ഡിസൈൻ അപ്രോച്ച് റിക്വയർസ് എഡ്യൂക്കേറ്റേഴ്സ് ടു തിങ്ക് അബൌട്ട് 3 ഡിസ്റ്റിങ്ക്ട് കരിക്കുലം ആക്സസ് പോയിൻറ്റ്സ്. അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സൽ ഡിസൈൻ അപ്രോച്ച് അധ്യാപകരോട് ആവശ്യപ്പെടുന്ന എന്തിനാ, പ്രധാനപ്പെട്ട 3 കരിക്കുലം ആക്സസ് പോയിൻറ്റ്സുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. അത് ഏതൊക്കെയാണ്? കണ്ടൻറ്റ്, പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ്. കണ്ടൻറ്റ്, പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ്, പഠിക്കുന്ന പാഠ്യ വിഷയം കണ്ടൻറ്റ്, അതുപോലെ തന്നെ പ്രോസസ്സ് അതിൻ്റെ പ്രക്രിയ, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് ഉൽപ്പന്നം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെൻറ്റ് ആൻഡ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ, ഇവയോടെ നമുക്കിതിനെ കണക്ട് ചെയ്യാം. കണ്ടൻറ്റ് കൺസേൺസ് വാട്ട് ഈസ് ടോൾഡ് or what we want students to learn, know and do. കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ എന്ത് പഠിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ അറിയണം, എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് കണ്ടൻറ്റ്. എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്, കുട്ടികൾ എന്ത് പഠിക്കണം, അറിയണം, എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് കണ്ടൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഡക്ട്സ് കൺസേൺസ് ഹൗ സ്റ്റുഡൻസ് ഡെമോൺസ്ട്രേറ്റ് വാട്ട് ഈസ് ലേൺ. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾ പഠിച്ചത് എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതാണ് പ്രൊഡക്റ്റ്. പഠിച്ച കാര്യങ്ങൾ എങ്ങനെ കുട്ടികൾ പ്രകടിപ്പിക്കുന്നു, അതാണ് പ്രൊഡക്റ്റ്. പ്രോസസ് കൺസേൺസ് ഹൗ സ്റ്റുഡൻസ് ടു അബൌട്ട് മേക്കിംഗ് സെൻസ് ഓഫ് വാട്ട് ദേ ആർ ലേണിംഗ്. എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്, ഏത് പ്രക്രിയയിൽ കൂടിയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് രൂപത്തിലാണ് കുട്ടികൾ പഠിക്കുന്നത്. Those 3 access points directly reflect the 3 goals of universal design for learning. ഈ 3 ആക്സസ് പോയിന്റുകളും നേരിട്ട് തന്നെ 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിങ്ങിൻ്റെ 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെൻറ്റ് ആൻഡ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സൽ ഡിസൈൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, എന്നാലും വളരെ ആവശ്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവങ്ങളാണ്. പേരൻസിൻ്റെയും സമൂഹത്തിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് സ്കൂൾ പ്രവർത്തനങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം. Methods of involving parents and communities in schools. Parents and families could assist the school in various ways, such as developing teaching materials required by the child,
പേരൻസും കുടുംബങ്ങളും രക്ഷിതാക്കളും കുടുംബങ്ങളും അവർക്ക് സ്കൂൾ പ്രവർത്തനങ്ങളെ വളരെയധികം സഹായിക്കാൻ കഴിയും, പല തരത്തിൽ സഹായിക്കാൻ കഴിയും. എങ്ങനെയൊക്കെയാണ്? സച്ച് ആസ് ഡെവലപ്പിംഗ് ടീച്ചിങ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ ചൈൽഡ്. കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ ഡെവലപ്പ് ചെയ്യാൻ. പേരൻസ് കുഡ് സ്റ്റാൻഡ് ഇൻ ആസ് ടീച്ചേഴ്സ്, അസിസ്റ്റൻസ് ഓർ വോളണ്ടിയേഴ്സ്. പേരൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അധ്യാപകരുടെ അസിസ്റ്റൻസ് ആയിട്ട്, സഹായികളായിട്ട്, അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പേരൻസ് കുഡ് ആൾസോ എൻകറേജ് അതർ വോളണ്ടിയേഴ്സ് ടു ഹെൽപ്പ് ഔട്ട് ഗൈഡഡ് ബൈ ദ ടീച്ചർ. പേരൻസിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് വോളണ്ടിയേഴ്സിന്, സന്നദ്ധ പ്രവർത്തകരെ എന്ത് ചെയ്യാൻ പറ്റും? എൻകറേജ് ചെയ്യാൻ പറ്റും. എന്തിന്? സ്കൂൾ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ. ഗൈഡഡ് ബൈ ദ ടീച്ചർ, അധ്യാപകൻ്റെ മേൽനോട്ടത്തിൽ. പേരൻസ് ഷുഡ് റിക്വസ്റ്റ് റെഗുലർ മീറ്റിംഗ്സ് വിത്ത് ടീച്ചേഴ്സ് ടു ഇൻക്ലൂഡ് ദെയർ വ്യൂ പോയിൻറ്റ്സ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് പേരൻസ് ഷുഡ് ഡെവലപ്പ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ദ ടീച്ചർ. പേരൻസിന് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊന്ന് ചെയ്യാൻ പറ്റും, അവർക്ക് റെഗുലർ മീറ്റിംഗ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. അധ്യാപകരോട് പറയാം, ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണം. എന്തിനാണ്? ടു ഇൻക്ലൂഡ് ദെയർ വ്യൂ പോയിൻറ്റ്സ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. സ്കൂൾ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തീരുമാനിക്കുന്ന പ്രോസസ്സിൽ അവരുടേതായ വ്യൂ പോയിൻറ്റ്സുകൾ, അവരുടേതായ അഭിപ്രായങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വിളിക്കാൻ പറ്റും. മീറ്റിംഗ് വിളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. ആൻഡ് പേരൻസ് ഷുഡ് ഡെവലപ്പ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ദ ടീച്ചർ. അതുപോലെ പേരൻസിന് അധ്യാപകരുമായിട്ടൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം? സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യണം. വളരെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് അധ്യാപകരുമായിട്ട് സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. പേരൻസ്, റോൾ ഓഫ് പേരൻസ്. അപ്പം അങ്ങനെയാണെങ്കിൽ പേരൻസിൻ്റെ റോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കുറച്ച് സ്പെസിഫിക് പോയിൻറ്റ്സുകൾ ഡിസ്കസ് ചെയ്യാം. They can encourage the child to participate in activities where he can meet children of same age with different abilities. പാരൻസിന് കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും? പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. എന്തിന്? ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാവാൻ. വേർ ഹി ക്യാൻ മീറ്റ് ചിൽഡ്രൻ ഓഫ് സെയിം ഏജ് വിത്ത് ഡിഫറെൻറ്റ് എബിലിറ്റീസ്. വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള ഒരേ ഏജിലുള്ള കുട്ടികളെ പാരൻസ് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പഠന പ്രവർത്തനങ്ങൾ പങ്കാളികളാവാൻ എല്ലാ ഡിഫറെൻറ്റ് എബിലിറ്റീസുള്ള സെയിം ഏജിലുള്ള കുട്ടികളെ. They can also search the internet for activities for organizations that a child may want to join. അവർക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ ആക്ടിവിറ്റീസ് ഫോർ ഓർഗനൈസേഷൻ ദാറ്റ് എ ചൈൽഡ് മേ വാണ്ട് ടു ജോയിൻ. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് അതൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാൻ. ചിൽഡ്രൻ ഷുഡ് ബി എൻകറേജ്ഡ് ബൈ ദം ടു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ക്ലാസ്മേറ്റ്സ് ഓർ അതർ നൈബർഹുഡ് ചിൽഡ്രൻ. കുട്ടികളെ എൻകറേജ് ചെയ്യപ്പെടണം, പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇതിനെ ടു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ക്ലാസ്മേറ്റുകളുമായിട്ട്, സഹപാഠികളുമായിട്ട് സൗഹൃദം വികസിപ്പിച്ചെടുക്കാൻ. അതുപോലെ നൈബർഹുഡിലുള്ള കുട്ടികളുമായിട്ടൊക്കെ സൗഹൃദം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുട്ടികളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകർ കഴിയും. പേരൻസിന് കഴിയും. പേരൻസ് ക്യാൻ ഡിസ്കസ് ദെയർ ഗോൾസ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രിഫറൻസസ് ഫോർ എ ചൈൽഡ് വിത്ത് ദെയർ ടീച്ചേഴ്സ്, തെറാപ്പിസ്റ്റ് എക്സെട്ര ബിഫോർ ഗോയിങ് ടു സ്കൂൾ ആൻഡ് ഡിസൈഡിങ് അപ്പോൺ ദ എഡ്യൂക്കേഷൻ പ്ലാൻ ഫോർ ദം. പേരൻസിന് അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ താല്പര്യങ്ങൾ, പ്രിഫറൻസസ്, മുൻഗണനാക്രമങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? അധ്യാപകരുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തെറാപ്പിസ്റ്റുകളുമായിട്ട്, അതുപോലെ ബിഫോർ ഗോയിങ് ടു സ്കൂൾ ആൻഡ് ഡിസൈൻ അപ്പോൺ ദ എഡ്യൂക്കേഷൻ പ്ലാൻ ഫോർ ദം. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ അതുപോലെ എഡ്യൂക്കേഷൻ പ്ലാൻ, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാൻ രൂപീകരിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ഗോൾസ്, എക്സ്പെക്ടേഷൻസ്, പ്രിഫറൻസസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. Parents should also be fully aware of rights of their child to have an inclusive education. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കുട്ടിക്ക് ലഭ്യമാവാൻ അത് അവരുടെ റൈറ്റാണ്. അതിനെക്കുറിച്ചല്ല, കുട്ടികളുടെ റൈറ്റാണ്. ഇത് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു വിദ്യാഭ്യാസം ലഭ്യമാവാൻ വേണ്ടിയിട്ട്
അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പേരൻസ് ബോധ്യമുള്ളവരാവണം. they should be fully aware of rights of their child to have an inclusive education. അവരുടെ കുട്ടിക്ക് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം രക്ഷിതാവിനുണ്ടായിരിക്കണം. സംടൈംസ് സ്കൂൾ ഡു നോട്ട് സപ്പോർട്ട് ഫാമിലീസ് ഡിസയർ ഫോർ ഇൻക്ലൂഷൻ. ചില സമയങ്ങളിൽ സ്കൂള് അല്ലെങ്കിൽ സ്കൂൾ സംവിധാനങ്ങൾ ഫാമിലിയുടെ കുടുംബത്തിൻ്റെ ആഗ്രഹം ഇൻക്ലൂഷന് വേണ്ടി, അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കുട്ടിക്ക് ലഭ്യമാവണം എന്നുള്ള കുടുംബത്തിൻ്റെ ആഗ്രഹത്തെ ചിലപ്പോൾ സ്കൂൾ സംവിധാനങ്ങൾ, അധ്യാപകരും മറ്റ് സംവിധാനങ്ങളും സപ്പോർട്ട് ചെയ്യില്ല. Parents as well as family should try to explain why they believe in inclusive education for their child. സ്കൂൾ അധ്യാപകർക്കും മറ്റ് സംവിധാനങ്ങൾക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് ബോധ്യമില്ലെങ്കിൽ പേരൻസും ഫാമിലി എന്ത് ചെയ്യണം? അധ്യാപകർക്കും സ്കൂൾ സംവിധാനങ്ങൾക്കും വിശദീകരിച്ചു കൊടുക്കണം എന്തുകൊണ്ടാണ് അവർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വിശ്വസിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളത് എന്തിന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഫുൾ അവെയർനെസ് എന്ത് ചെയ്യണം? പേരൻസ് ഉണ്ടായിരിക്കണം. എന്നാലേ അവർ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് ഇൻവോൾവിങ് പാരൻസ് ഇൻ ഇൻക്ലൂസീവ് സ്കൂൾസ്. പാരൻസിന് ഇൻക്ലൂസീവ് സ്കൂൾസിൽ എങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻവോൾവ് ചെയ്യാം. അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ്, സ്കൂളും അധ്യാപകരും. School should collaborate directly with the parents on both an individual case basis and in groups in order to inform teachers about the children and allow parents to learn from teachers. സ്കൂൾ കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കണം. പേരൻസുമായിട്ട് കൂട്ടായ്മകൾ ഉണ്ടാക്കണം. ഓൺ ബോത്ത് ആൻ ഇൻഡിവിജ്വൽ കേസ് ബേസിസ് ആൻഡ് ഇൻ ഗ്രൂപ്പ്സ്. ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ ഗ്രൂപ്പായിട്ടും മൊത്തത്തിൽ in order to inform teachers about the children. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ പ്രശ്നവും പ്രയാസങ്ങളും നേട്ടങ്ങളും ഒക്കെ അധ്യാപകരെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് allow parents to learn from teachers. അതുപോലെ തന്നെ പേരൻസിന് അധ്യാപകരിൽ നിന്നും കുട്ടിയുടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും അതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. Schools, teachers and parents should have regular meetings throughout the school term. സ്കൂൾ ടൈമിൽ പതിവായിട്ട് റെഗുലറായിട്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കണം. പാരൻസ് മീറ്റുകൾ, PTA മീറ്റിങ്ങുകളൊക്കെ റെഗുലറായിട്ട് സംഘടിപ്പിക്കണം. ടു ഡിസ്കസ് ഇഷ്യൂസ് വിത്ത് റിഗാർഡ് ടു ദ ചൈൽഡ്സ് പ്രോഗ്രസ്. കുട്ടികളുടെ പഠന പുരോഗതി അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുട്ടിയുടെ പഠന പുരോഗതിയിലുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്ലാൻ ഓഫ് ആക്ഷൻ, കർമ്മ പദ്ധതികൾ ഉണ്ടാക്കാൻ. അതുപോലെ എനി പ്രോബ്ലം അറൈസ് അറ്റ് ഹോം ഓർ ഇൻ ദ കമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ കുട്ടികൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? പേരൻസ് സ്കൂളുകളിൽ PTA മീറ്റിങ്ങൾ സംഘടിപ്പിക്കണം. സ്കൂൾ ഷുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാരൻസ് ക്ലബ് ടു പ്രൊമോട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പാരൻസ് ഇൻ ലേണിംഗ് ആൻഡ് അതർ സ്കൂൾ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്. കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ പാരൻസ് ക്ലബ്ബുകൾ ഉണ്ടാക്കണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാരൻസിന് കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ സ്കൂൾ പ്രവർത്തനങ്ങളിൽ. അതുപോലെ സ്കൂൾ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊക്കെ കൃത്യമായിട്ട് പങ്കാളികളാവണമെങ്കിൽ അവർക്ക് പ്രത്യേകം അതിനുള്ള അവസരങ്ങൾ പാരൻസ് ക്ലബ്ബൊക്കെ രൂപീകരിച്ചുകൊണ്ട് അതിനുള്ള പരിശീലനങ്ങളും ക്ലാസ്സുകളും ഒക്കെ ലഭ്യമാക്കേണ്ടതുണ്ട്. School boards and other groups should include representatives from parents of children with disabilities individually or as members of groups. സ്കൂൾ ബോർഡുകളും മറ്റ് ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യണം? പാരൻസിൻ്റെ, കുട്ടിയുടെ രക്ഷിതാക്കളുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പ്രതിനിധികളെ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അത് പ്രത്യേകിച്ച് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, ഫ്രം പാരൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസ് ഉള്ള, ഇമ്പയർമെൻ്റ് ഉള്ള, വൈകല്യങ്ങളുള്ള കുട്ടികളുടെ പാരൻസിൻ്റെ പ്രതിനിധികൾ എന്ത് ചെയ്യണം? സ്കൂൾ ബോർഡിൽ, അതിൽ മറ്റ് ഗ്രൂപ്പുകളിൽ, PTA ഉൾപ്പെടുത്തണം. അവരെ പ്രതിനിധികൾ വേണം. ഇൻഡിവിജ്വലി ഓർ ആസ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്, വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ മെമ്പറോ ആയിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ പാരൻസിന് എന്ത് ചെയ്യണം? സ്കൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ബോർഡുകളിൽ, അതുപോലെ തന്നെ
മീറ്റിങ്ങുകളിലൊക്കെ അല്ലെങ്കിൽ കമ്മിറ്റികളിലൊക്കെ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഈ പാരൻസ് ഓർഗനൈസേഷൻസ് ആർ ഓൾറെഡി എക്സിസ്റ്റ്, എ സബ് ഗ്രൂപ്പ് ഷുഡ് ബി ഫോംഡ് ഫോർ പാരൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ഔട്ട്റീച്ച് ഷുഡ് ബി എൻകറേജ്ഡ്. നേരത്തെ പാരൻസ് ഓർഗനൈസേഷൻസ് ഒക്കെ നേരത്തെ ഉണ്ട് എങ്കിൽ എന്ത് വേണം, ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ പേരൻസിലുള്ള ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. പേരൻസ് ഓർഗനൈസേഷനിൽ തന്നെ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ രക്ഷിതാക്കൾക്ക് ഒരു സബ് ഗ്രൂപ്പ്, ഒരു ഉപഗ്രൂപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് അവർക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകപ്പെടേണ്ടതുണ്ട്. ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾസ് മസ്റ്റ് ബി റെസ്പോൺസിബിൾ ഫോർ ദ സേഫ്റ്റി ഓഫ് ദ ചൈൽഡ്. സ്കൂളും അധ്യാപകരും സ്കൂൾ സംവിധാനങ്ങളെല്ലാം വളരെയധികം റെസ്പോൺസിബിൾ ആവണം. എന്തിന്? ഫോർ ദ സേഫ്റ്റി ഓഫ് ദ ചൈൽഡ്, കുട്ടിയുടെ സുരക്ഷിതത്വത്തിൽ. കുട്ടികളുടെ സേഫ്റ്റി, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ ടീച്ചേഴ്സും സ്കൂളും ഭയങ്കര ഉത്തരവാദിത്തമുണ്ട്, വലിയ ഉത്തരവാദിത്തമല്ല. അപ്പം അവർ മസ്റ്റ് ബി റെസ്പോൺസിബിൾ ഫോർ ദ സേഫ്റ്റി ഓഫ് ദ ചൈൽഡ്. സ്കൂൾ ഷുഡ് വെൽക്കം പാരൻസ് ഇൻ ട്രെയിനിങ് or workshop organized by the Ministry of Education and or NGOs in the education of children with disabilities. ഈ ഡിസബിലിറ്റീസിലെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലും സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിശീലനങ്ങളിലും, അതുപോലെ തന്നെ NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, സന്നദ്ധ സംഘങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകളിൽ, ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, പേരൻസിനെ സ്കൂൾ എന്ത് ചെയ്യണം, ക്ഷണിക്കണം. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ NGOs ഒക്കെ നടത്തുന്ന പരിശീലനങ്ങളിലും വർക്ക്ഷോപ്പുകളിലൊക്കെ എന്ത് ചെയ്യണം, ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ പേരൻസിനെ എന്ത് ചെയ്യണം, ക്ഷണിക്കണം. സ്കൂൾ സംവിധാനങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഡിസബിലിറ്റീസുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ പ്രത്യേകം ക്ഷണിക്കണം അത്തരം പരിശീലനങ്ങൾക്കും വർക്ക്ഷോപ്പുകൾക്കും. Special courses could be developed on parent-teacher interaction and cooperation. അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഇൻട്രാക്ഷന്, ഇടപെടലുകൾ, സഹകരണം, ഇവയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോഴ്സുകൾ എന്ന് സംഘടിപ്പിക്കുക. എങ്ങനെ ഒരു നല്ല പേരൻ്റ്, എങ്ങനെ ഒരു കൊളാബറേഷൻ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ സ്കൂൾ സംവിധാനത്തിൽ അധ്യാപകരുമായിട്ട് യോജിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി പരസ്പര പൂരകങ്ങളായിട്ട് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ കോഴ്സുകൾ തന്നെ എന്ത് ചെയ്യണം, പ്രത്യേക കോഴ്സുകൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. Schools should have peer support groups to allow children, adolescents and adults with disabilities to share their ideas and concerns with one another. സ്കൂളിൽ എന്ത് ചെയ്യണം, പിയർ സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവണം, സമപ്രായക്കാരുടെ പിന്തുണ സംഘങ്ങൾ ഉണ്ടാവണം. ഇതിന് ടു അലോ ചിൽഡ്രൻ, കുട്ടികളെ, അതുപോലെ തന്നെ അഡോളസൻസിനെ, അതുപോലെ തന്നെ അഡൾട്ട്സിനെ, ഡിസബിലിറ്റീസ് ഉള്ള ചിൽഡ്രൻ, അഡോളസൻസ് ആൻഡ് അഡൾട്ട്സ്, അവരെ അനുവദിക്കാൻ ടു ഷെയർ ദർ ഐഡിയാസ് ആൻഡ് കൺസേൺസ് വിത്ത് വൺ അനദർ. ഇതിന് അവരുടെ ഐഡിയാസ്, ആശയങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ എന്ത് ചെയ്യണം, അവരെ അനുവദിക്കത്തക്ക രീതിയിൽ, അതായത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അനുവദിക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം, പിയർ സപ്പോർട്ട് ഗ്രൂപ്പുകൾ തയ്യാറാക്കണം. സ്കൂൾ ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ പാരൻസ് അബൌട്ട് വാട്ട് റിസോഴ്സസ് ആർ അവൈലബിൾ ഫോർ ദ ചൈൽഡ് ആൻഡ് വിച്ച് ഓർഗനൈസേഷൻസ് ക്യാൻ ഹെൽപ്പ് ദം. സ്കൂൾ മറ്റൊന്നും ചെയ്യണമെന്നാണ്, പാരൻസിന് ഇൻഫർമേഷൻ കൊടുക്കണം. എന്തെല്ലാം റിസോഴ്സുകൾ, എന്തെല്ലാം വിഭവങ്ങളാണ് അവൈലബിൾ ഈ കുട്ടിൻ്റെ ശരിയായ പഠന നേട്ടങ്ങൾക്ക് അനുയോജ്യമായ എന്തെല്ലാം റിസോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നിട്ട് ആൻഡ് വിച്ച് ഓർഗനൈസേഷൻസ് ക്യാൻ ഹെൽപ്പ് ദം, ഏത് ഓർഗനൈസേഷനാണ് ആ കുട്ടിയെ സഹായിക്കുക, അപ്പോൾ കുട്ടിയെ സഹായിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, പേരൻസിന് സ്കൂള് ഇൻഫർമേഷൻ കൊടുക്കണം. സ്കൂൾ ഷുഡ് എൻകറേജ് വോളണ്ടിയറിസം ആൻഡ് കീപ് ഡാറ്റാബേസ് ഓഫ് വോളണ്ടിയേഴ്സ്. വോളണ്ടിയറിസം എൻകറേജ് ചെയ്യണം സ്കൂൾ. അപ്പോൾ കുറച്ച് വോളണ്ടിയേഴ്സിന് ഉണ്ടാക്കിയെടുക്കണം ഇത്തരം കുട്ടികളുടെ പ്രത്യേകിച്ച് ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ അവരുടെ ഒരു ഡാറ്റാബേസും കൂടി, വോളണ്ടിയേഴ്സിൻ്റെ ഒരു ഡാറ്റാബേസ് സ്കൂൾ സൂക്ഷിക്കേണ്ടതുണ്ട് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിനി ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻക്ലൂഷൻ. ഇൻക്ലൂഷൻ ആയിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ധർമ്മങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ഫാമിലീസ്, പാരൻസ്, വിമൻസ് ഓർഗനൈസേഷൻസ്, റിലീജിയസ് ആൻഡ് ഡിസേബിൾഡ് പേഴ്സൺസ് ഓർഗനൈസേഷൻസ്
should create greater awareness, understanding and acceptance of children with disabilities. സമുദായ നേതാക്കൾ, അതുപോലെ തന്നെ കുടുംബങ്ങളെ, രക്ഷിതാക്കൾ, വനിതകളുടെ സംഘടനകൾ, അതുപോലെ മതപരമായിട്ടുള്ള സംഘടനകൾ, അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള സംഘടനകൾ, അവരെല്ലാം എന്ത് ചെയ്യണം? വലിയൊരു അവയർനെസ്, ബോധവൽക്കരണം, ഒരു അവയർനെസ് സൃഷ്ടിച്ചെടുക്കണം. അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ധാരണകൾ ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, അതുപോലെ ഡിസബിലിറ്റീസിലെ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം, ധാരണകൾ, ബോധ്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യണം? സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്? കമ്മ്യൂണിറ്റി ലീഡേഴ്സിനുണ്ട്, ഫാമിലീസിനുണ്ട്, പാരൻസിനുണ്ട്, വനിതാ സംഘടനകൾക്കുണ്ട്, വിമൻസ് ഓർഗനൈസേഷൻസ്, റിലീജിയസ് മതപരമായ സംഘടനകൾക്കുണ്ട്, അതുപോലെ ഡിസേബിൾഡ് പേഴ്സൺസ് ഓർഗനൈസേഷൻസ്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ സംഘടന. ഇവരൊക്കെ എന്തിനു ശ്രമിക്കണം? ഒരു വലിയ അവയർനെസ്, നല്ലൊരു അവയർനെസ്, ധാരണകളെ, അതുപോലെ ഈ കുട്ടികളെ, ഡിസേബിലിറ്റിയുള്ള കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. All parties should advocate for the right to inclusion in all aspects of society. ഈ എല്ലാ പാർട്ടികളും എന്ത് ചെയ്യണം? ഇൻക്ലൂഷനുള്ള റൈറ്റ്, എല്ലാ സൊസൈറ്റിയുടെ എല്ലാ ആസ്പെക്റ്റുകളും, ഈ കുട്ടികൾക്കുള്ള ഇൻക്ലൂഷനുള്ള റൈറ്റ് അത് അഡ്വക്കേറ്റ് ചെയ്യണം, അതിനുവേണ്ടി വാദിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. All levels of the system from high-ranking bureaucrats to provincial area and district officials, schools, community and village must be included in awareness programs about the rights to education of persons with disabilities. സിസ്റ്റത്തിൻ്റെ എല്ലാ തലത്തിലുള്ളവരും, അതായത് ഹൈ റാങ്കിങ് ബ്യൂറോക്രറ്റ്സ്, ഉദ്യോഗസ്ഥ മേധാവികൾ, ഹൈ റാങ്കിങ് ആയിട്ടുള്ള ബ്യൂറോക്രറ്റ്സ് മുതൽ പ്രൊവിൻഷ്യലായിട്ടുള്ള ഗ്രാമതലത്തിൽ ഏരിയ ആൻഡ് ഡിസ്ട്രിക്ട് ഒഫീഷ്യൽസ്, ജില്ലാ സംവിധാനങ്ങൾ, ജില്ലാ ഭരണ സംവിധാനങ്ങൾ, സ്കൂളുകൾ, കമ്മ്യൂണിറ്റി, സമൂഹം, അതുപോലെ വില്ലേജ്, ഇവരെല്ലാവരും ഉൾപ്പെടുത്തണം ഈ അവയർനെസ് പ്രോഗ്രാമിൽ. ഇതിനെക്കുറിച്ച് അബൌട്ട് ദ റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഡിസബിലിറ്റീസിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിൻ്റെ റൈറ്റ് എന്താണെന്നുള്ളതിനുള്ള ഈ ബോധവൽക്കരണ പ്രവർത്തനം. അപ്പോൾ ഉയർന്ന ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് മുതൽ താഴെ തട്ടിലേക്ക് വരെ എന്ത് ചെയ്യണം? എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. Local authorities should ensure that additional stakeholders besides teachers are involved in the provision of education for children with disabilities to emphasize life skills and vocational training. ഈ ലോക്കൽ അതോറിറ്റീസ് എന്ത് ചെയ്യണം? അവർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്താണ്? അഡീഷണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതുവരെ ബന്ധപ്പെട്ട തൽപര കക്ഷികൾ, ഇതിനൊക്കെ പുറമേയുള്ള തൽപര കക്ഷികൾ, ഈ കുട്ടികൾക്കുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തൽപര കക്ഷികൾ, ബിസിനസ് ടീച്ചേഴ്സിന് പുറമേയുള്ള തൽപര കക്ഷികൾ ആർ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊവിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന്. ടു എംഫസൈസ് ലൈഫ് സ്കിൽസ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ്, ഈ കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ്, ശരിയായ ജീവിതം നയിക്കാൻ ആവശ്യമായ നൈപുണികൾ, അതുപോലെ വൊക്കേഷണൽ ട്രെയിനിങ്, തൊഴിൽപരമായ പരിശീലനങ്ങളൊക്കെ നൽകാൻ പറ്റിയ രീതിയിലുള്ള മറ്റ് തൽപര കക്ഷികളിലും ഉൾപ്പെടുത്താൻ എന്ത് ചെയ്യണം? സ്കൂൾ അതോറിറ്റീസ് ശ്രമിക്കേണ്ടതുണ്ട്, അവരെ എൻഷ്യൂർ ചെയ്യണം, അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എഫേർട്സ് ഷുഡ് ബി മേഡ് ഇൻ ഏരിയാസ് വെയർ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് CBR ആർ ഇൻ പ്ലേസ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, ഓരോ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുള്ള പുനരധിവാസ പരിപാടികൾ, അതായത് പിന്നോക്കാർ ഡിസേബിൾഡ് ആയിട്ടുള്ള ഈ ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ അവർക്ക് തൊഴിൽപരമായ പരിശീലനമൊക്കെ നൽകിയിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്ന പ്രോഗ്രാം, അതാണ് CBR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള CBR ഏരിയാസിൽ എന്ത് ചെയ്യണം? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എഫേർട്സ് നടത്തേണ്ടതുണ്ട്. CBR program should be encouraged for the support and empowering of persons with disabilities in communities and encouraging their full inclusion in all aspects of community life. ഈ CBR പ്രോഗ്രാംസ് എൻകറേജ് ചെയ്യപ്പെടണം. ഇതിന് ഫോർ സപ്പോർട്ട് ആൻഡ് എംപവറിംഗ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ കമ്മ്യൂണിറ്റീസ്, സമൂഹത്തിലെ ഡിസബിലിറ്റി ഉള്ള ആളുകളെ എല്ലാവരെയും എംപവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട്, അവർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, ആൻഡ് എൻകറേജിങ് ദിയർ ഫുൾ ഇൻക്ലൂഷൻ ഇൻ ആൾ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്,
സമൂഹ ജീവിതത്തിലെ അവരെ എല്ലാ തലത്തിലും അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ, അവരുടെ ഫുൾ ഇൻക്ലൂഷൻ അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് CBR പ്രോഗ്രാംസ് എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യേണ്ടതുണ്ട്. The private sector through local businesses should be encouraged to sponsor schools and events that support inclusive education of children with disabilities. ഇനി ഗവൺമെൻറ് മേഖല മാത്രമല്ല, ഈ സ്വകാര്യ മേഖലയും ലോക്കൽ ബിസിനസ്മാൻ അതുപോലുള്ളവരെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, സ്കൂളുകൾ സ്പോൺസർ ചെയ്യാൻ അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം. അതുപോലെ ഇവൻസുകൾ സംഘടിപ്പിക്കുക, ഇവർക്ക് വേണ്ടിയുള്ള ഇവൻസുകൾ ഇതിന് ദാറ്റ് സപ്പോർട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസുള്ള കുട്ടികളുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പിന്തുണക്കുന്ന രീതിയിലുള്ള ഇവൻസുകൾ സംഘടിപ്പിക്കുക. അതുപോലെ സ്കൂളുകൾ സ്പോൺസർ ചെയ്യാനൊക്കെ ഈ ബിസിനസ് പേഴ്സണൽസിനെയൊക്കെ എന്താ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ പ്രൈവറ്റ് സെക്ടറിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഷുഡ് play a main role in the formation of parent groups at the village or commune level. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിന് സമുദായ സംഘടനകൾക്ക് എന്ത് ചെയ്യാം, സമൂഹത്തിലുള്ള സംഘടനകൾക്ക് അവർക്കൊരു മെയിൻ റോള് ഉണ്ട്. ഇതിൽ ഇൻ ദ ഫോർമേഷൻ ഓഫ് പാരൻറ്റ് ഗ്രൂപ്പ്സ്, പേരൻസിൻ്റെ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിൽ അറ്റ് വില്ലേജ് ഓർ കമ്മ്യൂൺ ലെവൽ, വില്ലേജ് തലത്തിൽ, ഗ്രാമീണ തലത്തിൽ അല്ലെങ്കിൽ നഗര തലത്തിലൊക്കെ എന്താണ് പേരൻസിൻ്റെ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിൽ നിന്നുണ്ട് ഒരു വലിയ റോളുണ്ട്. Representatives of people's organizations and parent associations should be invited by the community leaders to attend commune and local government meetings. പീപ്പിൾസ് ഓർഗനൈസേഷൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, വ്യത്യസ്ത സംഘടനകളുടെ ഒക്കെ പ്രതിനിധികൾ, അതുപോലെ പേരൻസ് അസോസിയേഷൻസ് അവരുടെയൊക്കെ പ്രതിനിധികൾ, അവരൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. എന്തിന്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് അവരൊക്കെ ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തിന്, ടു അറ്റൻഡ് കമ്മ്യൂൺ ആൻഡ് ലോക്കൽ ഗവൺമെൻറ് മീറ്റിങ്സ്, ലോക്കൽ ഗവൺമെൻറ് മീറ്റിങ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത സംഘടനകളുടെ പ്രതിനിധികൾ, അതുപോലെ പേരൻറ്റ് അസോസിയേഷൻസിൻ്റെ പ്രതിനിധികളൊക്കെ എന്ത് ചെയ്യണം, ക്ഷണിക്കപ്പെടേണ്ടതുണ്ട്. In addition, community leaders should be invited to attend meetings of disabled people's organizations and parents associations when the topics are relevant and community involvement and support is sought. ഇതിനൊക്കെ പുറമെ ഈ സമൂഹ നേതാക്കന്മാർ എന്ത് ചെയ്യണം, അവരെ ക്ഷണിക്കണം. സമുദായ ലീഡേഴ്സിന് നേതാക്കന്മാർ എന്ത് ചെയ്യണം, ക്ഷണിക്കേണ്ടതുണ്ട്. സമൂഹത്തിലുള്ള നേതാക്കന്മാരെ ക്ഷണിക്കണം. എന്തിന്, ടു അറ്റൻഡ് മീറ്റിംഗ്സ് ഓഫ് ഡിസേബിൾഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻസ്, ഡിസേബിൾഡായിട്ട് ആളുകളുടെ സംഘടനകളുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ ക്ഷണിക്കണം. ആൻഡ് പേരൻസ് അസോസിയേഷൻസ്, അതുപോലെ രക്ഷിതാക്കളുടെ സംഘടനകളുടെ ലീഡേഴ്സിന്. ദ ടോപ്പിക്സ് ആർ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇതുവരെ ബന്ധപ്പെട്ടുണ്ടാവുമ്പോൾ ആ മീറ്റിങ്ങിൽ അവരെ പങ്കെടുപ്പിക്കും. അതുപോലെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെയും കൂടി മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിക്കണം. ആൻഡ് സപ്പോർട്ട് ഈസ് സോട്ട്, എന്നിട്ട് ഇവർക്കുള്ള സപ്പോർട്ടുകൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി ലീഡേഴ്സിന് ആവശ്യഘട്ടങ്ങളിൽ റെലവൻ്റ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയത്ത് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സപ്പോർട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ ഡിസേബിൾഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങുകൾ, അത് എന്ത് ചെയ്യണം, അതുപോലെ പേരൻസ് അസോസിയേഷനിലൊക്കെ അതിൻ്റെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരെ പങ്കെടുപ്പിക്കുക. ഇൻവോൾവ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയൊക്കെ ആവാം എന്നുള്ളതാണ്. സ്കൂൾ ഷുഡ് ഹോൾഡ് ഇവൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ടീച്ചേഴ്സ്, അതർ ചിൽഡ്രൻ ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് വിച്ച് എൻകറേജസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് പബ്ലിസൈസ് ദെയർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. സ്കൂളുകൾ എന്ത് ചെയ്യണം, ഈവൻസുകൾ സംഘടിപ്പിക്കണം. സ്കൂളിൽ പല പരിപാടികൾ സംഘടിപ്പിക്കണം. ഇൻക്ലൂഡിംഗ് ടീച്ചേഴ്സ് ആൻഡ് അതർ ചിൽഡ്രൻ ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, അധ്യാപകരെയും കുട്ടികളെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇവൻസുകൾ സംഘടിപ്പിക്കണം. വിച്ച് എൻകറേജ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് പബ്ലിസൈസ് ദെയർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ
എന്താണ് അവരോടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എൻകറേജ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അവരുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, പഠിക്കാനുള്ള അവരുടെ അവകാശം, അതിന് പ്രചാരണം നൽകാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യണം, സ്കൂളിൽ ഇവൻസുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. സ്കൂൾ ഷുഡ് ആക്ട് ആസ് പോയിന്റ്സ് ഓഫ് കോൺടാക്ട് ആൻഡ് ഷെയർ ഇൻഫർമേഷൻ വിത്ത് ദ കമ്മ്യൂണിറ്റി അബൌട്ട് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. സ്കൂൾ പിന്നെ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണം സ്കൂള്. അതുപോലെ ഷെയർ ഇൻഫർമേഷൻ വിത്ത് ദ കമ്മ്യൂണിറ്റി അബൌട്ട് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കമ്മ്യൂണിറ്റിക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യണം, ഒരു പോയിന്റ്സ് ഓഫ് കോൺടാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് പോയിന്റ് ആയിട്ട് സ്കൂൾ പ്രവർത്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഡിസേബിൾഡ് ആയ കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിവരങ്ങൾ കമ്മ്യൂണിറ്റിക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഹെഡ്സ് ഓഫ് സ്കൂൾസ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഷുഡ് അപ്രോച്ച് റിലീജിയസ് ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ആൻ ആക്റ്റീവ് റോൾ ഇൻ പേഴ്സുവേഡിംഗ് പാരൻസ് ടു സെൻഡ് ദെയർ ചിൽഡ്രൻ ടു സ്കൂൾ. വളരെ പ്രധാനമാണ്. സ്കൂൾ സ്ഥാപന മേധാവികൾ, ഹെഡ് മാസ്റ്റർമാർ, പ്രിൻസിപ്പൽമാർ, അതുപോലെ ലോക്കൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒഫീഷ്യൽസ്, അവർക്ക് എന്ത് ചെയ്യണം, ഷുഡ് അപ്രോച്ച് റിലീജിയസ് ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്. അവർ മത സാമുദായിക സംഘടനകളെ എന്ത് ചെയ്യണം, സമീപിക്കണം. എന്നിട്ട് ആൻഡ് ആസ്ക് ദം, അവരോട് പറയണം, ടു ടേക്ക് ആൻ ആക്റ്റീവ് റോൾ ഇൻ പേഴ്സുവേഡിംഗ് പാരൻസ് ടു സെൻഡ് ദെയർ ചിൽഡ്രൻ ടു സ്കൂൾ. കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ, പ്രത്യേകിച്ച് ഡിസബിലിറ്റിയുള്ള കുട്ടികളെ അവരെ സ്കൂളിൽ എത്തിക്കാൻ, സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ, അവരെ പ്രേരിപ്പിക്കാൻ അവർ എന്ത് ചെയ്യണം, ഹെഡ്സ് ഓഫ് സ്കൂൾസും ലോക്കൽ ഗവൺമെൻറ് ഒഫീഷ്യൽസും എന്ത് ചെയ്യണം, റിലീജിയസ് ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ സമീപിച്ചുകൊണ്ട് ഈ സ്കൂൾ ചേരാത്ത കുട്ടികളെ സ്കൂൾ ചേർപ്പിക്കാൻ, അത് സ്കൂൾ സ്ഥിരമായിട്ട് പോകാനും ഒക്കെയുള്ള പ്രോത്സാഹനങ്ങൾ, പ്രേരണകൾ പ്രത്യേകിച്ച് ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് നൽകേണ്ടതുണ്ട്. ഇത്രയാണ് കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട പിന്നെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ധരിക്കുന്നു. അപ്പോൾ പേരൻസിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ ഒരു എന്താണ് ഒരു കോപ്പറേഷനും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ, കമ്മ്യൂണിറ്റിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് നമ്മൾ അധ്യാപകരാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, എന്നാൽ എല്ലാവരും നോട്ട്സൊക്കെ തയ്യാറാക്കുക, നന്നായി പഠിക്കുക. താങ്ക് യു ആൾ, വിഷ് യു ആൾ ദ ബെസ്റ്റ്.